ഇപ്പൊ നടക്കുന്ന ഈ ഒരു ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ എന്ത് മേഖലയാണുള്ളത്? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ കണ്ടെത്താത്തതിന്റെ പ്രശ്നമാണ്. സോ ആ ഒരു മേഖലയെ കുറിച്ചാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളോട് ബഹുമാനമുള്ള, നിങ്ങളോട് സ്നേഹമുള്ള നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങൾ വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്ത് ആ ഒരു ഐഡിയ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വൈകിയ വേളയിൽ നിങ്ങളെ ഇവിടെ വിളിച്ചെടുത്തിട്ടുള്ളത്. എന്താണെന്നറിയോ ആ മേഖല? അതിൽ ആദ്യത്തെ മേഖല ഞാൻ പറയും നിങ്ങളോട്, ദാറ്റ്സ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ മേഖല. ടെക്നോളജിന് ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കാലത്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും നിങ്ങളുടെ ലിവിംഗ് സ്റ്റൈൽ മാറ്റിയെടുക്കാനും നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മേഖല നിങ്ങൾ സെലക്ട് ചെയ്താൽ ഇവിടെ ഉണ്ടാകും. ലോകം അവസാനിക്കുന്നതിന്റെ ആ ദിവസം വരെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ലോകം പിടിച്ചു നിൽക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. ബിൽഗേറ്റ്സ് പറയുന്നു, നിങ്ങളുടെ ബിസിനസ് ഇന്റർനെറ്റിൽ ഉണ്ടെങ്കിൽ യു ആർ ഡൂയിങ് വെരി പവർഫുൾ ബിസിനസ്. അത് നിങ്ങൾ ഇന്റർനെറ്റിൽ ഇല്ലാത്ത ബിസിനസ് ആണെങ്കിൽ യു ആർ ദ ഔട്ട് ഓഫ് ദി ബിസിനസ് ആണ്, നിങ്ങളുടെ ബിസിനസിന്റെ പുറത്താണ് എന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർനെറ്റ് ലോകത്തിന്റെ പുറത്താണ് എന്ന് നിങ്ങളോട് അറിയാം. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലേ, റേഷൻ കടയിൽ പോയാൽ വരെ തമ്പി ബ്രഷം കൊടുത്തുകൊണ്ട് മൊബൈലിലേക്ക് OTP വന്നുകൊണ്ടാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് വരെ സാധനം കിട്ടുന്നത്. കുട്ടികൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഓൺലൈൻ ആയിട്ടാണ്. എല്ലാ ബിസിനസ്സുകളും നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ്. സോ ഇന്ന് ഓൺലൈൻ ആയിട്ടുള്ള ഓരോ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും മേഖല നിങ്ങൾ ചൂസ് ചെയ്യണം. ഇനി മറ്റൊരു മേഖലയുണ്ട്, അതിന്റെ പേരാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇത് ശരിക്കും നമ്മൾ പഠിക്കണം. 2020 കൊറോണയ്ക്ക് മുന്നേ വരെ ഇത് ആളുകൾക്ക് അത്ര അവെയർ ഇല്ലാത്തൊരു മേഖലയായിരുന്നു വെൽനസ് എന്ന്. പക്ഷെ കുറെ വർഷങ്ങൾക്ക് മുന്നേ 1942 കാലഘട്ടങ്ങൾ മുതൽ ഈ വെൽനസ് എന്ന് പറയുന്ന പ്രിവെൻഷൻ മേഖല നിലവിലുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ പഠിക്കണം, ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖല ഇനി വരുന്ന 60 വർഷം ഹൈ ഡെക്കേഡ്സിൽ വളരാൻ പോകുന്ന ഒരു മേഖലയാണെന്ന് 2000 കാലഘട്ടങ്ങളിൽ തന്നെ ദ വെൽനസ് റെവല്യൂഷൻ എന്ന് പറയുന്ന ബുക്കിൽ പോൾ സെയിൻ പിൽസർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ അത് പോസ്റ്റ് കോവിഡിന് ശേഷം വളരെ അച്ചട്ടമായിട്ടുള്ള ഒരു മേഖലയായി മാറി വെൽനസ് എന്ന് പറയുന്നത്. ഇന്ന് ഹെൽത്ത് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ, കമ്പനികൾ, ഇങ്ങനെയുള്ളതൊക്കെ ഹെൽത്ത് മേഖല. അതിന്റെ വളർച്ച എവിടെ ഇരിക്കുന്ന ഒരു ആശയം, അതിന്റെ മേഖലയാണ്. ഇതിന്റെ കൂടെ വളരുന്ന ഒരു മേഖലയുണ്ട്, അതിന്റെ പേരാണ് വെൽനസ് മേഖല അഥവാ പ്രിവെൻഷൻ മേഖല എന്ന് പറയുന്നത്. ആളുകൾക്ക് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഈ മേഖലയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ. രോഗം വന്നിട്ട് നിങ്ങൾക്ക് ചികിത്സിക്കാനാണോ താല്പര്യം, രോഗം വരാതിരിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? അതിന്റെ ഉത്തരം നിങ്ങൾക്ക് എസ്, അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനാണെങ്കിൽ ദാറ്റ്സ് റീസൺ. അതാണ് അതിന്റെ കാരണം. ഈ വെൽനസ് റെവല്യൂഷൻ എത്രയും കൂടുതൽ വളരാനുള്ള കാരണം. ഇനി വളരാൻ പോകുന്ന 60 വർഷം ഈ മേഖലയാണ് ഇവിടെ ഫ്ലറിഷ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും നിങ്ങളുടെ ലിവിംഗ് കോസ്റ്റ്, നിങ്ങൾക്ക് ജീവിത ചെലവുകൾ നിങ്ങൾക്ക് മാറ്റിയെടുത്തുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് എത്താൻ സാധിക്കും. ഇനി മറ്റൊരു മേഖലയുണ്ട്, ഇൻഫ്ലുവൻസ് ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് പണമില്ലാതെ അല്ലെങ്കിൽ പൈസ ഇറക്കാതെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് യൂട്യൂബിൽ അല്ലെ. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായിക്കൊണ്ട് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെ നമുക്ക് അറിയാം. കൊളാബറേറ്റീവ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളാണ് രാജ്യത്തിന്റെ എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. കാരണം ചെലവില്ലാതെ, വലിയ രീതിയിൽ മുതൽ മുടക്കില്ലാതെ അധ്വാനത്തിലൂടെ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇൻഫ്ലുവൻസ് ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം. ഇതിൽ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ക്വാളിറ്റി ലൈഫ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് മൂന്നിൽ ഏതെങ്കിലും പ്രവർത്തിച്ചാൽ പോലും നിങ്ങൾ ഇന്ന് രക്ഷപ്പെടും. പക്ഷേ നിങ്ങൾ ഈ മൂന്നിലും കൂടി ഉണ്ടെങ്കിലോ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ സാധ്യതയും ഇൻഫ്ലുവൻസ് ഡ്രിവൻ മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ സാധ്യതയും ടെക്നോളജിയുടെ ബേസും ആയിട്ടുള്ള ഇന്ത്യയിലെ ദ ബെസ്റ്റ് കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. 2014 മുതൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ടോക്കിയോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്ന് ഇന്റർനെറ്റിന്റെ സാധ്യതയും ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ സാധ്യതയും
ഇൻഫ്ലുവൻസർ ഡ്രിവൻ മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ സാധ്യതയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ്വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി പ്രൊഡക്ഷൻ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ മാസവും 5,50,000 യൂണിറ്റ് പ്രോസസിംഗ് കപ്പാസിറ്റി ഉള്ള ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് മുതൽ സാപ്പ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വൻകിട കോർപ്പറേറ്റ് കമ്പനിയാണ് ഇൻഡസ്വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 43 രാജ്യങ്ങളിൽ നിലവിൽ ബ്രസീൽ അടക്കമുള്ള UK അടക്കം ഓസ്ട്രേലിയ അടക്കമുള്ള GCC രാജ്യങ്ങളടക്കം 43 രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ GST അടച്ചിട്ടുള്ള നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്താ പറഞ്ഞത്? യു ആർ ഡൂയിങ് വെരി റെസ്പെക്ടബിൾ പ്രൊഫഷൻ എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അപ്രിഷിയേറ്റഡ് ബൈ GST ഡിപ്പാർട്ട്മെന്റ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ GST പെയ്ഡ് ചെയ്തതുകൊണ്ട് ആ GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോലും നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൺസ്യൂം ചെയ്യുന്ന ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിലെ ദ ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അവാർഡ് നേടിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഇൻഡസ്വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ദ എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ് പോലും ചീഫ് മിനിസ്റ്റർ കർണാടകയിൽ നിന്ന് നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ CA അൻസാർ എന്ന് പറയുന്ന വ്യക്തി. സോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1000-ഓ 2000-ഓ 10,000-ഓ പ്രോഡക്റ്റുകളില്ല. വെറും 5 പ്രോഡക്റ്റുകൾ കൊണ്ട് 43 രാജ്യങ്ങൾ ഭരിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ്വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. എന്താണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യകത പറയുന്നു. ഇന്ന് മനുഷ്യൻ ഒരുപാട് ആളുകൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, നല്ല ആരോഗ്യത്തോടെ കൂടെ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ആരും സേഫ് അല്ലാത്ത ഒരു സാഹചര്യമാണ്. ദിനം പ്രതി ഹാർട്ട് അറ്റാക്ക്, നമ്മുടെ കാർഡിയാക് വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന ഹാർട്ട് അറ്റാക്ക് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫെഡറേഷൻ ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ആ ഒരു സംഘടന വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോ മണിക്കൂറിലും ഓരോ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ അതിന്റെ കാരണം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകളെ നമുക്ക് നാച്ചുറൽ ആയിട്ട് അലിയിച്ചു കളയാൻ പറ്റുന്നില്ല. അതിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഇന്ത്യയിലെ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പ്രോഡക്റ്റിനെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിന്റെ പേരാണ് അസൈബറി എന്നാണ് ആ ഒരു ഇൻഗ്രീഡിയൻസിന്റെ പേര്. ഇത് ഇന്ന് ഏറ്റവും നമ്പർ 1 ആന്റി ഓക്സിഡന്റ്, ആന്റി ഏജിങ് സപ്പോർട്ടർ ആണ്, ഇമ്മ്യൂൺ ഹെൽത്ത് സപ്പോർട്ടർ ആണ്, കാർഡിയാക് സപ്പോർട്ട് ആണ്. ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. അസൈബറി എന്ന് പറയുന്ന ഈ പഴം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഏക പ്രോഡക്റ്റ് എന്ന് പറയുന്നത് AS10 അമേരിക്കയുടെ സ്പേസ് ഡ്രിങ്ക് ആണ്. അത് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അത് ആളുകൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടല്ല ആ ഒരു നാസ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ആസ്ട്രോണേഴ്സിന് സ്കിൻ ക്യാൻസറും ഏജിങ്ങും വരുന്ന സമയത്ത് അവരെ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറിഡ യൂണിവേഴ്സിറ്റി അടക്കം ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ 60ഓളം ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞിട്ടുള്ള ഒരു പഴമാണ് ഈ അസൈബറി എന്ന് പറയുന്ന പഴം. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ലോകത്ത് ഒരൊറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. അതിന്റെ പേരാണ് iPulse എന്ന്. 30 മില്ലി ഭക്ഷണം കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷൻസും വൈറ്റമിൻസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് iPulse എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. കാർഡിയാക് വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന ഈ ബുദ്ധിമുട്ട് ശരീരത്തിനകത്ത് നമുക്ക് കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ്. അതിനെ നാച്ചുറൽ ആയിട്ട് അലിച്ചു കളയാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ 60 മില്ലി രാവിലെയും വൈകുന്നേരം നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ക്ലിനിക്കലി സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട് പറയുന്നു 3.5 കിലോ ഫ്രൂട്ട്സ് കഴിച്ച ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിനകത്തോട്ടും. ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് എന്താ ബെനിഫിറ്റ് കിട്ടാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇതാണ് നമ്മുടെ കമ്പനിയുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഞാനൊരു ഹെർബിനെ പരിചയപ്പെടുത്താം. ഇത് ഞാൻ പരിചയപ്പെടുത്തിയതല്ല. 900 വർഷങ്ങൾക്ക് മുന്നേ BC 900 വർഷങ്ങൾക്ക് മുന്നേ ചരക സംഹിത എന്ന് പറയുന്ന ആയുർവേദ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്, മധുമേഹ, പ്രമേഹം, ഡയബറ്റീസിന് നിങ്ങൾക്ക് ഏകനായകം വെള്ളത്തിലിട്ട് പാനം ചെയ്താൽ മതി. ഒരുപാട് ആളുകൾ ഏകനായകം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. സോ ഏകനായകം വെള്ളത്തിലിട്ട് കുടിച്ചാൽ നിങ്ങളുടെ ഡയബറ്റീസിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ വ്യക്തമായിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള ഏകനായകം ഫിൽട്ടർ ചെയ്യപ്പെട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ കമ്പനി എന്ത് ചെയ്തു? ഈ ഏകനായകം കൃഷി ചെയ്യുകയും ഏകനായകത്തിനകത്ത് ഷുഗർ ബാലൻസ് ചെയ്യുന്ന അതിന്റെ മോളിക്യൂൾ ആയിട്ടുള്ള സാലസിറ്റാൾ എന്ന് പറയുന്ന അതിനെ വേർതിരിച്ചെടുക്കുകയും ഇന്ന് ലോകത്ത് സാലസിറ്റാളിന് പാറ്റന്റ് ഉള്ള ഒരൊറ്റ കമ്പനിയാണ് നമ്മുടെ മദർ കമ്പനിയായ ഒലൈവ് ലൈസൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ആ ഒരു സാലസിറ്റാൾ ഉപയോഗിച്ചുകൊണ്ട്
കൂർഗിലെ #1 കോഫി ബീൻസും നായ്ക്കുറന പരിപ്പ് മിക്സ് ചെയ്ത ദ വേൾഡ് ബെസ്റ്റ് കോഫി അല്ലെങ്കിൽ ഡയബറ്റീസിനുള്ള ദ ബെസ്റ്റ് കോഫി എന്നറിയപ്പെടുന്ന ഐ കോഫി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനിയുടെ ദ സെക്കൻഡ് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം നിങ്ങൾ കഴിക്കുന്ന ഇംഗ്ലീഷ് മെഡിസിന്റെ കൂടെ അടിക്കുന്ന ഇൻസുലിന്റെ കൂടെ റെഗുലർ ആയിട്ട് നമ്മൾക്കൊരു 4 months റെഗുലർ ആയിട്ട് കൺസ്യൂം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ശരീരത്തിനകത്തുള്ള കാർബോഹൈഡ്രേറ്റുകളെയും അതിൽ പഞ്ചസാരകളെയും നേർപ്പിച്ചുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക്, ആഫ്റ്റർ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് നമ്മളെ മാറാൻ അനുവദിക്കുന്ന ഒരു ഗംഭീര പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. 2 വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്, ബ്ലാക്കും ഉണ്ട് ക്രീമറും ഉണ്ട്. സോ ഇത് രണ്ടും നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കും. രാവിലെയും വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നതിന് മുന്നേ ഒരു FB3 ഫ്യൂഷൻ ഇൻഗ്രീഡിയന്റ് ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷന്റെ ഒരു പാറ്റന്റ് ഉള്ള, അമേരിക്കൻ പാറ്റൻസി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഒബിതവണ്ണം, പൊണ്ണത്തടി, ഒബേസിറ്റി എന്ന് പറയുന്ന അവസ്ഥ. കാലന് സൈൻ ബോർഡ് വെച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഈ ഒബേസിറ്റി എന്ന് പറയുന്നത്. എല്ലാ രോഗങ്ങളും മനുഷ്യന്റെ ശരീരത്തിലേക്ക് അടിച്ചു കയറുന്ന ഒരു അവസ്ഥയാണ് ഒബേസിറ്റി. അമിതമായിട്ടുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, ശരീരത്തിനകത്ത് ആവശ്യമുള്ള കൊഴുപ്പിനെ നിലനിർത്താൻ കഴിയാതെ വരിക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടാണ്. അതിനെ മറികടക്കാൻ കോളിയോഫോസ്കോളി അഥവാ പനിക്കൂർക്കയും അതുപോലെ വെളുത്ത എള്ള്, അതും അതുപോലെ സെലസൈൻ റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഏകനായകത്തിന്റെ ആ ഒരു ഇൻഗ്രീഡിയന്റും ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരൊറ്റ വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റേ ഉള്ളൂ. അതിന്റെ പേരാണ് ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതിന്റെ പേര് തന്നെ ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ് എന്നാണ്. നമ്മുടെ ഈ ഒരു ടമ്മിയെ, വയറിനെ ഫ്ലാറ്റ് ആക്കി നിലനിർത്താൻ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ പല സർക്കസുകളും കാണിക്കുന്നു, പല ഡയറ്റുകളും ചെയ്യുന്നു, പക്ഷെ വെയിറ്റ് കുറയുന്നുണ്ട്. പക്ഷെ ആ വെയിറ്റ് കുറഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ച് പഴയതുപോലെ ആവുകയും ചെയ്യും. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു 4 കിലോനോ 5 കിലോനോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞ സാധനം 2, 3, 4 വർഷം എടുത്താൽ മാത്രമേ അത് തിരിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് വരൂ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിനകത്ത് വീണ്ടും കൊഴുപ്പ് കെട്ടി LDL-ഉം HDL-ഉം ഒക്കെ കൂടുതലായി, ട്രൈഗ്ലിസറൈഡ് ഒക്കെ കൂടുതലായി തിരിച്ചു വരുമ്പോൾ മാത്രമേ നമുക്ക് വീണ്ടും ആ ഒരു ഒബേസിറ്റിയിലേക്ക് വരൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറക്കാനും സാധിക്കും, വെയിറ്റ് കൂട്ടാനും സാധിക്കും. സോ അടുത്ത പ്രൊഡക്റ്റ് ആണ് ഇന്ന് ഇന്ത്യയിലല്ല ലോകത്ത് റെവല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അതിന്റെ പേരാണ് ഐ ഗ്ലോ എന്നാണ് അതിന്റെ പേര്. മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് സൗന്ദര്യത്തോടെ നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ശരീരത്തിനകത്തുള്ള പല ബുദ്ധിമുട്ടുകളെയും നമുക്ക് മറികടക്കാൻ കുങ്കുമം, സാഫ്രോൺ എന്ന് പറയുന്ന ആ ഇൻഗ്രീഡിയൻസ് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. റെഡ് ഗോൾഡ് എന്നാണ് സാഫ്രോൺ പറയാ. കാശ്മീരിലെ #1 കുങ്കുമം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് കൊടുക്കുന്ന ന്യൂട്രാ കോസ്മെറ്റിക് കാറ്റഗറിയിൽപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ച് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സേഷ്യ ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യപ്പെടും. ഇതുവരെ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ലിവറിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള വേൾഡിലെ അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതിനകത്ത് കോജിക് ആസിഡും എൻസൈം ക്യൂട്ടനും അങ്ങനെ ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലവറയാണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. ഇന്ന് ഒരു കമ്പനി ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് ഇൻഡസ്വിവ എന്ന് പറയുന്ന കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക്, അവർക്ക് ആർത്തവ വിരാമത്തിന് ശേഷം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചിന്റെ ഒരുപാട് ഡെവലപ്മെന്റ്സിന് ശേഷം കമ്പനി 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. രാവിലെയും വൈകുന്നേരം 30 മില്ലി നിങ്ങൾക്ക് ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ ഉപയോഗിക്കുകയാണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള എല്ല് പൊള്ളയാകുന്നത് പോലുള്ള രോഗങ്ങളെ തടയാനും, നിങ്ങൾക്ക് മൂഡ് സ്വിങ്സിനെ തടയാനും, അതുപോലെ ഹോർമോൺ ഇംബാലൻസിനെ തടയാനും, ഒരു ഗെറ്റ് വെൽനസ് ആയിട്ടും ഒരു ഹോർമോൺ വെൽനസ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. സോ ഇതാണ് നമ്മുടെ കമ്പനി പരിചയപ്പെടുന്ന 5 പ്രോഡക്റ്റ്: ഐ പൾസ്, ഐ കോഫി, ഐ സ്ലിം, ഐ ഗ്ലോ, ഐ കെയർ. കേൾക്കാനും പഠിക്കാനും
വളരെ സുപരിചിതമായിട്ടുള്ള 5 പ്രോഡക്റ്റുകൾ. ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ് ഇൻഡസ്യുവ നിങ്ങളെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നത്. ഇൻഡസ്യുവ കമ്പനി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് വേ ആണ് നിങ്ങൾക്ക് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റായ ധാരണയുണ്ട്. ഇപ്പൊ നിലവിൽ നമുക്ക് വരുമാനമുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നിലവിൽ നമുക്ക് ആരോഗ്യമുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ഏറ്റവും കൂടുതൽ, മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു അവയർനെസ് ഇല്ലാത്ത 2 മേഖലയാണ് ഹെൽത്തും വെൽത്തും. ഇത് നശിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യൂ, അടുത്തത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു പാർട്ട് ടൈം ആയിട്ടോ ഒരു ഫുൾ ടൈം ആയിട്ടോ ഇനി ലൈഫ് കരിയർ ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് ചൂസ് ചെയ്യാം. നിലവിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് മേഖലയാണെങ്കിലും അതിന് തടസ്സമില്ലാത്ത ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാ ഇന്ത്യക്കാർക്കും ഫിനാൻഷ്യലി സെക്യൂരിറ്റി ഉണ്ടാകാനും ആരോഗ്യപരമായിട്ട് വളർച്ച ഉണ്ടാക്കാനുമാണ് ഈ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലി എ വിവ ബിസിനസ് ഓണർ ആയിട്ട് മാറുക. ഈ ബിസിനസ്സിലൂടെ എങ്ങനെയാണ് ഒരു വിവ ബിസിനസ് ഓണർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുക? 2 കാറ്റഗറിയാണ് കമ്പനി നമ്മുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന് B2C അഥവാ ബിസിനസ് ടു കസ്റ്റമർ. ഒരു സാധാരണ സെയിൽസ്മാൻ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും. നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ ഫാമിലിയിലുള്ള, നിങ്ങളുടെ ബന്ധത്തിലുള്ള ആളുകൾക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്ന മറ്റൊരു മേഖലയാണ് B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്. നിങ്ങൾക്ക് ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ ഫ്രാഞ്ചൈസികൾ നിങ്ങളുടെ എല്ലാ ജില്ലകളിലും, എല്ലാ സ്റ്റേറ്റുകളിലും, എല്ലാ കൺട്രികളിലും നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഒരു B2B ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ 4 വ്യക്തികൾക്ക്, ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ജോബ് സീക്കേഴ്സ് അഥവാ ജോലി അന്വേഷകൻ. ഒരു ജോലി ആവശ്യമുള്ള ആളെ നമുക്ക് വേണ്ട, എനിക്കിപ്പോൾ ജോലി വേണം, അങ്ങനെയുള്ളവരെ നമുക്ക് വേണ്ട. ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ അവസരം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരുപാട് വ്യക്തികൾ പഠനം കഴിഞ്ഞ് ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാവും ഒരുപാട് യങ്സ്റ്റേഴ്സ് വെറുതെ ചുമ്മാ നടക്കുന്നു. അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓപ്പർച്യൂണിറ്റി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ അവരെ നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ നിങ്ങളിലേക്ക് കിട്ടും. ഇനി മറ്റൊരു മേഖല, മറ്റൊരു ആളുകളാണ് എക്സ്ട്രാ ഇൻകം. നിലവിൽ ജോലിയെല്ലാം ഉണ്ട്, പക്ഷെ എന്റെ വരുമാനം കൊണ്ടും എന്റെ കുടുംബം പോറ്റിയെടുക്കാനേ കഴിയുന്നുള്ളൂ. സേവിങ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ലൈഫ് ഇംപ്രൂവ് ചെയ്യാനോ എനിക്ക് സാധിക്കുന്നില്ല, അന്നാന്ന ചെലവുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ സാധിക്കും. കാരണം നിലവിൽ ചെയ്യുന്ന വരുമാനത്തിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള അവസരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്പർച്യൂണിറ്റിയെ പ്രയോജനപ്പെടുത്താം. ഇനി മൂന്നാമത്തെ മറ്റൊരു കാറ്റഗറി ഉണ്ട്, ബിഗ് തിങ്കേഴ്സ് എന്ന് പറയുന്ന നല്ല നല്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിൽ ആ ഫോട്ടോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഓർഡിനറി ലൈഫ് അല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ അതിന് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇന്ത്യയിൽ കിട്ടിക്കാണില്ല. ജോലി എടുക്കുന്നവരുണ്ടായിരിക്കും, ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷെ വർഷങ്ങളായിട്ട് ഇത് ചെയ്തിട്ട് പോലും അവരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങൾ, ആ ബിഗ് തിങ്കേഴ്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാം. ഇനി നാലാമത്തെ ഒരു കാറ്റഗറിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന കടം. അഥവാ നിങ്ങൾക്കൊരു കടം വീട്ടാൻ, നിങ്ങളുടെ ക്ലിയർ ഡെബിറ്റ്സുകൾ നിങ്ങൾക്ക് വീട്ടാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടുള്ള ആളുകളൊക്കെ ഇത് ചൂസ് ചെയ്യാം. പക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടാവും, നല്ല വരുമാനം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കടക്കാരായി മാറിയിട്ടുണ്ടാവും. പക്ഷെ അവർ ജോലി എടുത്തിട്ട് എത്ര വർഷം കൊണ്ട് ആ കടം വീട്ടാൻ അവർക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായിട്ടുള്ള ഉത്തരമില്ല. അതിലേക്ക് പറ്റിയ ആളുകളെയും നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് സെലക്ട് ചെയ്യപ്പെടാവുന്നതാണ്. സോ നിങ്ങൾ അങ്ങനെ ഈ ബിസിനസ്സിൽ ഇത്രയും പറഞ്ഞ 4 കാറ്റഗറിയിൽ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങൾ ഈ അവസരം കൊടുക്കുകയാണെങ്കിൽ ഒരു 3 ഡയമെൻഷൻ സപ്പോർട്ടിൽ നിങ്ങളുടെ കമ്പനി സപ്പോർട്ട് ചെയ്യാനുണ്ട്. നിങ്ങളെ സ്പോൺസർ എന്ന് പറയുന്ന, നിങ്ങളെ ഈ പ്ലാൻ കേൾപ്പിച്ച, ഈ പ്രൊജക്ട് കേൾപ്പിച്ച വ്യക്തി നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് തരും. ഓപ്പർച്യൂണിറ്റി അഥവാ ഇൻഡസ്യുവ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു തരാനും നിങ്ങളുടെ ബിസിനസ്സിൽ വരുമാനം എത്തിച്ചു തരാനും ലീഗൽ കാര്യങ്ങൾ നോക്കാനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ പഠിപ്പിക്കാനും ഇന്ന് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, ഒറ്റക്ക് നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട, എല്ലാം ഒരു കൂട്ടമായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സോ ഈ പറയുന്ന 4 കാറ്റഗറിയിൽപ്പെട്ട ആരെങ്കിലും ഈ ബിസിനസ് ഇപ്പോൾ ഈ പ്ലാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആക്കി മാറ്റാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവ ബിസിനസ് ഓണർക്ക് നിങ്ങൾ ഈ ബിസിനസ്സുമായി അസോസിയേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ 4 കാറ്റഗറിയിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സിൽ, നിങ്ങളുടെ നെയ്ബേഴ്സിൽ ഉണ്ടെങ്കിൽ അവർക്കും ഇതേ തുല്യ അവസരം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ വീക്കിൽ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 13,000 രൂപയാണ്. ഒരു വീക്കിലി നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 13,000 രൂപ. ഒരു അക്കൗണ്ടന്റിന് മാസ വരുമാനം കിട്ടുന്നത് 9,000 രൂപ, 10,000 രൂപയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ആരംഭിച്ചു, നിങ്ങളുടെ വേണ്ടപ്പെട്ട 2 വ്യക്തികളിലേക്ക് ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന സമയത്ത്
സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 13,000 രൂപ. പിന്നെ നിങ്ങളുടെ പണി എന്താണ്? നിങ്ങളുടെ കൂടെ വന്ന ആ 2 വ്യക്തികൾക്കും നിങ്ങൾക്ക് അടുത്ത വീക്കിൽ 13,000 രൂപ വരുമാനം വാങ്ങിക്കൊടുക്കുമ്പോൾ അതിന്റെ ഡബിൾ വരുമാനം നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ സെയിൽസ് ഓഡിയത്തിലൂടെ നിങ്ങൾക്ക് ഒരു വീക്കിൽ ലെറ്റുകളുടെ കച്ചവടം നിങ്ങളുടെ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന സമയത്ത് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 15,000 രൂപയാണ് ഒരു വീക്കിലി കേട്ടോ. 52 ആഴ്ച ഈ വരുമാനം കിട്ടും നിങ്ങൾക്ക്. വീക്കിലി 15,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഇനി ചില സമയത്ത് 2 ഓർഗനൈസേഷൻ ഒരേപോലെ പ്രവർത്തിച്ചു കൊള്ളുന്നില്ല. നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ നല്ല മിടുക്കന്മാരായിട്ടുള്ള നല്ല ചങ്കുറപ്പുള്ള ആളുകൾ പ്രൊഡക്റ്റുകളുടെ ഗംഭീര കച്ചവടം നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ആ വോളിയം ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിൽക്കും. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1,500 ഗ്രൂപ്പ് വോളിയമാണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഓർഗനൈസേഷനിൽ നടന്നത്. സെക്കൻഡ് ഓർഗനൈസേഷൻ 1,800 ഗ്രൂപ്പ് വോളിയമാണ്. അതിലൊരു 300 അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഈ 300 കമ്പനി നമുക്ക് തരാതിരിക്കുന്നില്ല. അടുത്ത ആഴ്ചകളിലേക്ക് എന്ത് ചെയ്യും? കമ്പനി അത് മാറ്റിവെക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ കൂടുതൽ ഓഡിയത്തിനനുസരിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഒരു 5,000 ഗ്രൂപ്പ് വോളിയമാണ് നിങ്ങളുടെ അടുത്ത ആഴ്ചത്തെ നിങ്ങളുടെ ഗ്രൂപ്പ് വോളിയം എങ്കിൽ അത് മാച്ച് ചെയ്തുകൊണ്ട് 50,000 രൂപ നമ്മൾക്ക് കമ്പനി 1 വീക്ക് പ്രോഫിറ്റ് ആയിട്ട്